നിങ്ങൾ മക്കളെ അടിക്കാറുണ്ടോ? എൻ്റെ ഫാദറിന്റെ ഫാദർ അദ്ദേഹം അടിയുടെ കാര്യത്തിൽ ഒരു കലാകാരനായി. അയ്യോ, അടി എന്ന കലാ കായിക സാംസ്കാരിക ശാഖയ്ക്ക് അദ്ദേഹം കൊടുത്ത സംഭാവന വളരെ വലുതായിരുന്നു. എൻ്റെ ഫാദറിനെ പറങ്കിമാവ് എന്ന് പറഞ്ഞാൽ പറങ്കിമാവ് കശുമാവ് അതിന് മുകളിൽ കെട്ടിയിട്ടിട്ട് പുളിയുറുമ്പിന്റെ കൂട് ഇങ്ങനെ വെതറും. ഓ, എൻ്റെ ഫാദർ അദ്ദേഹവും മഹാനായിരുന്നു. അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഈ കഴിവ് എനിക്ക് കൈമാറി. ഇനി ഞാൻ എന്ത് ചെയ്യണം? അടുത്ത തലമുറയ്ക്ക് അത് നടക്കൂല. ആ രണ്ട് പിശാചുക്കൾ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരെ തല്ലാനൊന്നും പറ്റില്ല. വേറെ ടൈപ്പ് ടീമാണ്. BTS എന്ന് കേട്ടിട്ടുണ്ടോ? കൊറിയൻ ടീം. 7 പേരുണ്ട്. ഇത്രയില് 7 ആളുടെ ബർത്ത്ഡേ എന്റെ വീട്ടിൽ ആഘോഷിക്കും. എന്റെ ബർത്ത്ഡേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിള്ളേര് ഈ അടി കിട്ടിയാണ്. എല്ലാത്തിനും സൊല്യൂഷൻ അടിയാണ് അല്ലേ? സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി, പ്രിൻസിപ്പലിന് മാനേജറെ പേടി, മാനേജർക്ക് രക്ഷിതാക്കളെ പേടി, രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി, കുട്ടികൾക്ക് ആരെയും പേടിയില്ല. അവരിങ്ങനെ നടക്കണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ? ചെറുതായിട്ടൊരു പിടുത്തൊക്കെ പിടിക്കണം. അടിയൊക്കെ നിർത്തണം കേട്ടോ. പകരം ചർച്ചകൾ തുടങ്ങണം.